ബില്ലുകളിൽ ഒപ്പിടുന്നതിന് രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി ചരിത്രപരവും ഒപ്പം BJPക്കും കേന്ദ്ര സർക്കാരിനും വലിയ ആഘാതമേൽപ്പിക്കുന്ന ഒന്നുമായിരുന്നു. ആ ബില്ലിനെതിരെ കോടതിയിൽ ചലഞ്ച് ചെയ്യാനൊരുങ്ങുകയാണ് BJP. കാരണം അവർക്കത് വലിയ ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ കേന്ദ്ര സർക്കാർ മന്ത്രിമാരുടെയും BJP നേതാക്കളുടെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖഡിൻ്റെ ഒരു പ്രതികരണം വന്നു. അദ്ദേഹം പറയുന്നത് കോടതി സൂപ്പർ പാർലമെൻറ്റായി പ്രവർത്തിക്കുന്നത് ജനാധിപത്യത്തിന് നിരക്കുന്ന ഒന്നല്ല. ഒപ്പം തന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ കാര്യത്തിൽ വലിയ ആശങ്ക രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ജഗ്ദീപ് ധൻഖഡ്. അപ്പോൾ ഈ സൂപ്പർ പാർലമെൻറ്റായി പ്രവർത്തിക്കുന്നുണ്ടോ കോടതി? എന്തുകൊണ്ടാണ് BJPക്ക് ഇത് ഇത്ര വലിയൊരു ഒരു ക്ഷീണമായി മാറിയത്? എങ്ങനെയായിരിക്കും അവർ വരാനിരിക്കുന്ന സമയങ്ങളിൽ ഇതിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്നത് ആദ്യം സംസാരിക്കുകയാണ് നമ്മൾ. നിഷാദ്, ജനാധിപത്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുകയാണ് BJP എന്നുള്ളതാണ് ഇതിലൊരു വിരോധാഭാസം. അപ്പോൾ എങ്ങനെയാണ് ജഗ്ദീപ് ധൻഖഡിൻ്റെ ഈ പരാമർശത്തെയും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സിനെയും കാണുന്നത്? അല്ല, അവരെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന കാര്യം ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെമ്പാടും അതത് സംസ്ഥാന സർക്കാരുകൾക്ക് മീതെ നടത്തിക്കൊണ്ടിരുന്ന ഭരണത്തിൻ്റെ ഏർപ്പാട് പൊളിയുന്നു എന്നതുകൊണ്ടാണ്. തമിഴ്നാട്ടിലെ ഈ ബില്ലുകൾ പിടിച്ചുവെച്ച 10 ബില്ലുകൾ പിടിച്ചുവെച്ച ഗവർണറുടെ നടപടി അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് 10 ബില്ലുകൾ കോടതി അംഗീകരിക്കുന്ന അസാധാരണമായ നടപടി നമ്മൾ കണ്ടു. ഗവർണർ ഒപ്പുവെക്കാതെ 10 ബില്ലുകൾ നിയമമാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതിനുശേഷം രാഷ്ട്രപതിക്കടക്കം ബില്ലുകൾ കയ്യിൽ കിട്ടിയാൽ എത്ര സമയമെടുക്കാമെന്ന കാര്യത്തിൽ കോടതി ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. അത് സംഘപരിവാറിനും BJP ലീഡർഷിപ്പിനും അവരുടെ സർക്കാരിനും ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം ചെറുതല്ല. കാരണം ഞങ്ങൾക്ക് അധികാരമില്ലാത്ത സ്ഥലങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടോ അതും അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ സാധ്യത ഉപയോഗിച്ചുകൊണ്ടോ അതിന് മേലെ കൂടി ഭരണം നടത്താമെന്നും അതാണ് സൂപ്പർ പവറായി ഉപയോഗിക്കാമെന്നും വിചാരിച്ചിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു സൂപ്പർ പവർ ഇല്ല എന്നും ഭരണഘടന എല്ലാത്തിനും ഒരു വ്യവസ്ഥ നിഷ്കർഷിക്കുന്നുണ്ട് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ജഗ്ദീപ് ധൻഖഡ് പറയുകയാണ്, സുപ്രീം കോടതിയാണോ രാഷ്ട്രപതിയെ ഭരിക്കേണ്ടത്? രാഷ്ട്രപതി എന്ന് വെച്ചാൽ ആരാണ്? സുപ്രീം കോടതി എന്ന് വെച്ചാൽ ഭരണഘടന വിവക്ഷിക്കാൻ മാത്രം അധികാരപ്പെട്ട ഒരു സ്ഥാപനമാണ്. രാഷ്ട്രപതി രാഷ്ട്രത്തിൻ്റെ തലവനാണ്. അവർക്ക് ഈ രാജ്യത്ത് ഏതുതരം ഭരണം വേണം, ഈ പാർലമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയ അടിയന്തരാവസ്ഥയും സാമ്പത്തിക അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാത്തിൻ്റെയും പരമാധികാരിയായ പ്രസിഡന്റിനെ നിയന്ത്രിക്കാൻ ജഡ്ജിമാർക്ക് എന്താണ് അധികാരം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ശരിയാണ്, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായും ജനപ്രതിനിധികളായ ആളുകൾ അല്ലെങ്കിൽ ജനപ്രതിനിധി സഭകൾ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കായിരിക്കണം പരമമായ അവകാശവും അധികാരം. കോടതികൾ എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വാദം ശരിയായിട്ട് തോന്നും. പക്ഷെ അങ്ങനെയല്ല നമ്മളതിനെ കാണേണ്ട കാര്യം. ഒന്നാമത് എല്ലാത്തിനും മേലെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മേലെ എന്ന് ജനാധിപത്യ രാജ്യത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ഉറപ്പായിട്ടും നിയമനിർമ്മാണ സഭകളാണ്. നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, ഭരണകൂടങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഏറ്റവും സുപ്രീം ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ്. ഭരണഘടനയാണ് ഈ രാജ്യം എങ്ങനെയാണ് നിൽക്കേണ്ടത്, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഓരോ ചരിത്ര സന്ധികളിലും എടുക്കേണ്ട നിയമപരവും ധാർമ്മികവും ഭരണപരവുമായ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് ഭരണഘടന ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എഴുതി വെച്ചിട്ടില്ല, പക്ഷേ അതിനെ എങ്ങനെയാണ് ഇപ്പം നമ്മൾ മതഗ്രന്ഥങ്ങളെയൊക്കെ അതത് കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കും എന്ന് പറയില്ലേ, അതുപോലെ ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ എല്ലാത്തിൻ്റെയും ഉത്തരം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല. അതായത് ഒരു ഭരണ പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ നിയമപരമായ പ്രതിസന്ധി വരുമ്പോൾ അസാധാരണമായ കേസുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകേണ്ടത് എന്ന കാര്യം എല്ലാം അങ്ങനെ ലിറ്ററലി അതിൽ എഴുതി വെച്ചിട്ടില്ല. മറിച്ച് എന്താണ് ഭരണഘടനയുടെ സത്ത എന്താണ്, അതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് അതിന്മേൽ വിധി പറയാനുള്ള ഉത്തരവാദിത്തമാണ് കോടതികൾക്കുള്ളത്. രാഷ്ട്രപതിയുടെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ബില്ലുകൾ കിട്ടുമ്പോൾ ആ ബില്ലുകൾ എത്ര സമയം പിടിച്ചു വയ്ക്കാം, ഭരണഘടനയിൽ വ്യക്തതയില്ല. ഗവർണർമാർക്ക് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യാം, എത്രയൊക്കെ വിത്ത്ഹോൾഡ് ചെയ്യാം, പിടിച്ചു വയ്ക്കാം, കൃത്യമായി ഭരണഘടന രേഖപ്പെടുത്തിയിട്ടില്ല, ആ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവരുടെ അധികാരത്തിൻ്റെ പരിമിതി എത്രയാണ് എന്ന കാര്യം ഭരണഘടന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പരിമിതിയുടെ ആശയത്തിൽ നിന്നുകൊണ്ട് ഗവർണർമാർ അതിനപ്പുറം പോകാൻ പാടില്ല, ബില്ലുകൾ പിടിച്ചു വയ്ക്കാൻ പറ്റില്ല, ഇത്ര സമയമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത്ര കഴിഞ്ഞാൽ നിങ്ങൾ പ്രസിഡന്റ് കൈമാറണം, പ്രസിഡന്റിന് ഇത്രയേ പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ എന്ന കാര്യത്തിൽ ഭരണഘടനയെ വിവക്ഷിക്കുക എന്ന് പറഞ്ഞ ഉത്തരവാദിത്വം, വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞ ഉത്തരവാദിത്വം ആരുടേതാണ്? കോടതിയുടേതാണ്. വ്യാഖ്യാനിച്ചതിന് ശേഷം അതിന്മേൽ വിധി പറയുക എന്ന ബാധ്യതയും ഉത്തരവാദിത്വവും അധികാരവും കോടതിയിൽ നിക്ഷിപ്തമാണ്. അതാണ് കോടതി നിറവേറ്റുന്നത്. അപ്പോൾ പ്രസിഡൻ്റാണ് അധികാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു പാർലമെൻ്ററി ജനാധിപത്യമുള്ള രാജ്യമാണ്. അവിടെ എന്ന് വെച്ചാൽ പ്രസിഡന്റ് പരമാധികാരിയാണ് എന്ന് വാക്കുകൾ കാണാമെങ്കിലും അത് സെറിമോണിയലായിട്ടുള്ള അധികാരമാണ്. ഭരണഘടന തന്നെ അതിൻ്റെ അമെൻമെൻറ്റ്സിൽ പറയുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ മന്ത്രിസഭയുടെ അഡ്വൈസ് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന, ഒറ്റനോട്ടത്തിൽ പ്രസിഡന്റിനെ പാർലമെൻറ്റ് പിരിച്ചുവിടാം, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള
എൻ്റെ സൈനിങ് ഒപ്പിടാനുള്ള പവർ ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പക്ഷേ രാഷ്ട്രപതിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചക്രവർത്തി ഭരണ സ്വഭാവത്തിലല്ല അത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മറിച്ച് പാർലമെൻറ്റിൻ്റെ മന്ത്രിസഭയുടെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ്. അതിൽ പോലും നിയമപരമായ സങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടണം എന്നാണ് ഭരണഘടന പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുള്ളത്. പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ നിയമത്തെ, ഭരണഘടനയെ വ്യാഖ്യാനിക്കാനും തീരുമാനമെടുക്കാനുള്ള പരമാധികാരം പ്രസിഡന്റിനല്ല. അതുകൊണ്ട് എല്ലാത്തിനും മേലെ പ്രസിഡന്റാണ്. ഈ കോടതി മുഴുവൻ കുഴപ്പമാണ്. കോടതിക്കെതിരെ ഇപ്പോൾ പുതിയ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയുടെ പേരിൽ കോടതിയെ ശരീഅത്ത് കോടതി എന്നൊക്കെ വിളിച്ച് സൈബർ സംഘികൾ ആക്ഷേപിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കോടതിയുടെ ഉത്തരവാദിത്വവും പണിയും എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ ഭരണഘടനയുടെ കസ്റ്റോഡിയനും കൂടിയാണ് സുപ്രീം കോടതിയുടെ പണി ഭരണഘടന നോക്കിയിട്ട് ഓരോ സന്ദർഭത്തിലും രൂപപ്പെട്ടു വരുന്ന പ്രതിസന്ധികൾ, നിയമപരമായ സങ്കീർണതകൾ അത് വിശദീകരിച്ച് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പ്രസിഡന്റ് സുപ്രീം കോടതിക്ക് മേലെയാണ്. ഈ രാജ്യം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ കയ്യിലാണ്. പ്രസിഡന്റാണ് പരമാധികാരി, ചക്രവർത്തി എന്ന മട്ടിലുള്ള ന്യായം നിൽക്കുന്ന ഒന്നല്ല. അവരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കരമായ ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ശരിയാവണ്ണം പ്രവർത്തിച്ചാൽ BJP ഇപ്പോൾ കൊണ്ടു നടക്കുന്ന പല പണിയും പാളും. അപ്പോൾ ഭരണഘടന എടുത്തു വെച്ചുകൊണ്ട് സുപ്രീം കോടതി, അങ്ങനെ എല്ലായ്പ്പോഴും സുപ്രീം കോടതി ഭരണഘടനാനുസൃതമായി കാര്യങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് സർക്കാരിനെ തടയുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഗവർണർ ഭരണത്തിൻ്റെ കാര്യത്തിൽ വളരെ കണിശമായ നിലപാട് സുപ്രീം കോടതി സ്വീകരിച്ചു. അങ്ങനെ ഒരു ഭരണം വേണ്ട. ഇവിടെ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിന് മേലെ കൂടി വ്യക്തികൾ തീരുമാനമെടുക്കുക, വ്യക്തികൾ സൂപ്പർ പവറായി ചമയുക, ഗവർണർമാർ അവരുടെ കീഴിലാണ് സംസ്ഥാനങ്ങൾ, രാഷ്ട്രപതി അവരുടെ കീഴിലാണ് രാജ്യം എന്ന് വിചാരിക്കേണ്ടതില്ല. അതിനൊരു വ്യവസ്ഥ ഇവിടെയുണ്ട്, അതിനൊരു ചട്ടക്കൂടുണ്ട്, സമയമുണ്ട്. അങ്ങനെ പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തോട് അങ്ങനെ വലിയ മമതയുള്ളവരല്ല അവർ. ഞങ്ങളുടേതല്ലാത്ത ഭരണമുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ ഗവർണർമാർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ മേലെ കൂടി പ്രവർത്തിക്കണമെന്ന പ്ലാനും അത് നടപ്പിലാക്കുന്നവരുമാണ്. അതിനേറ്റ തിരിച്ചടി അവരെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട്. ഭരണഘടന ഞങ്ങളെ ഭരിക്കാൻ വരികയാണോ എന്ന ഭയം അവർക്കുണ്ട്. നമ്മൾ നേരത്തെ പലകുറി പറഞ്ഞിട്ടുള്ളതുപോലെ ഭരണഘടന എന്ന ആശയം അവിടെ ഇരിക്കെ അതിലൊരു തിരുത്തും വരുത്താതെ അതിനെ സുരക്ഷിതമായി അവിടെ വെച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ബൈപ്പാസ് ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ കാണുന്നത് പൗരത്വ നിയമം കൊണ്ടുവരുമ്പോൾ ആ പൗരത്വ നിയമം എന്ന് പറയുന്ന സംഗതി ഭരണഘടനാപരമാണ്. ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആ പൗരത്വം കൊടുക്കില്ല. അത് ഭരണഘടനാപരം അല്ല. പക്ഷേ അവർ നിയമം കൊണ്ടുവന്ന് അത് സാധ്യമാക്കി. മുത്തലാഖ് കൊണ്ടുവന്ന് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഡിവോഴ്സിൽ ഈ പറയുന്ന ക്രിമിനൽ നടപടിക്രമങ്ങൾ ഭരണഘടനാപരമാണോ? ഭരണഘടനാപരം അല്ല. അതിൻ്റെ മൂല്യം നോക്കുകയാണെങ്കിൽ. പക്ഷേ അത് നടപ്പിലാക്കി. ഏറ്റവും അവസാനം ഇപ്പോൾ അവർ വഖഫ് ബില്ല് കൊണ്ടുവന്നു. വഖഫ് ബില്ലിലെ ആശയങ്ങൾ ഭരണഘടനാപരമാണോ? ഭരണഘടന മുന്നോട്ട് വെക്കുന്ന തുല്യത, വിശ്വാസസ്വാതന്ത്ര്യം പോലുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് പോകുന്നതാണല്ല. അതുകൊണ്ടും സാധ്യമാക്കി. അതിനിടയ്ക്ക് ഗവർണർ ഭരണം നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭരണഘടന അവർ ബ്ലോക്കായി വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പ്രസിഡന്റ് അധികാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. RSS എപ്പോഴും സംസാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒരു പ്രസിഡൻഷ്യൽ ഭരണം, ഒരു സമഗ്രാധിപത്യ ഭരണം, ഒരു രാജ്യം, ഒരു ചക്രവർത്തി, ഒരു അധികാരി, അതിന് മേലെ നിൽക്കാൻ അധികാരമില്ലാത്ത സുപ്രീം കോടതി. ഭരണഘടനയായാലും സുപ്രീം കോടതിയായാലും എല്ലാം ഒരു ഒറ്റ അധികാരിയുടെ താഴെയായിരിക്കണമെന്ന് പറഞ്ഞ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർ കോടതിയെ വിമർശിക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പാർലമെൻറ്റിനെ പോലും തള്ളി പറയും. അതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ എന്തോ വലിയ ഭരണഘടനാ സംഗതിയാണ് ഞങ്ങൾ പറയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. ഭരണഘടന പ്രസിഡന്റിനെ ഒരു പരമാധികാരിയായി പ്രഖ്യാപിച്ച രാജ്യമല്ല ഇത്. സാഹിബ്, ഈ പവറിനൊപ്പം ജുഡീഷ്യറി സഞ്ചരിക്കുമെന്നുള്ള വിശ്വാസത്തിന് എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചടി ഏൽക്കുമ്പോൾ വല്ലാതെ ഇറിറ്റേറ്റഡ് ആവുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിലിപ്പോൾ കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്യാനുള്ള എന്തെങ്കിലും ന്യായമോ വകുപ്പുകളോ കേന്ദ്രത്തിനുണ്ടോ? ഇതിൽ ജൻദീപ് ധൻഖഡ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു പ്രിൻസിപ്പിൾ, തത്വം എന്നുള്ള നിലയ്ക്ക് ശരിയായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞത്? ജുഡീഷ്യറി സൂപ്പർ പാർലമെൻറ്റ് ആവരുത്. അത് ശരിയാണ്. ജുഡീഷ്യറി സൂപ്പർ പാർലമെൻറ്റ് ആവരുത്. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സഭയാണ്. അത് അവരാണ്. നമുക്ക് രണ്ട് സഭകളാണ്. അപ്പോൾ ലോക്സഭയും രാജ്യസഭയും. ലോക്സഭ എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് പീപ്പിൾ, രാജ്യസഭ എന്ന് ഹൗസ് ഓഫ് സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്യസഭ ഇരിക്കുന്നു, ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭ ഇരിക്കുന്നു. ഈ രണ്ട് സംവിധാനങ്ങളും ചേർന്നതാണ് നമ്മുടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത്. പാർലമെൻറ്റിനാണ് നിയമനിർമ്മാണാധികാരം, അല്ലേ? പാർലമെൻറ്റ് നിർമ്മിക്കുന്ന നിയമങ്ങളെ വ്യാഖ്യാനിക്കാനാണ് അവർക്ക് കോടതിയുടെ അധികാരം. വ്യാഖ്യാനിക്കാൻ മാത്രമല്ല, അത് ഭരണഘടനാ തത്വങ്ങൾക്ക് അനുരോധമാണോ എന്ന് വെറ്റ് ചെയ്യാനും അധികാരമുണ്ട്. അതാണ് ഇപ്പോൾ ഈ വഖഫ് ബിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് ബില്ല് ആക്ച്വലി പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമമാണല്ലോ. പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി ആ നിയമം വ്യാഖ്യാനിച്ച ആ നിയമത്തിനനുസരിച്ച് പ്രശ്നങ്ങൾ പരിശോധിക്കുക, അത് കോടതി ചെയ്യാനുള്ളൂ. പക്ഷേ ആ നിയമം അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് അനുരോധമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വെറ്റിംഗ് നടത്താൻ സുപ്രീം കോടതിക്ക് നിശ്ചയമായിട്ട് അധികാരമുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ധൻഖഡിനെ
എന്താണ് അസ്വസ്ഥപ്പെടുത്തിയ പ്രശ്നം ഇതല്ല, വഖഫല്ല. ഏപ്രിൽ 6 സുപ്രീം തമിഴ്നാട് രവിയുമായി ബന്ധപ്പെട്ട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ പല ഘടകങ്ങൾ. ഒന്ന്, ഈ മനുഷ്യനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഒരു സൂപ്പർ രവി ആയിരുന്നു ഇയാൾ. ഇദ്ദേഹം ബംഗാൾ ഗവർണറായിരിക്കും, ധൻഗഡ്. ബംഗാളിൽ ഇദ്ദേഹം ഗവർണറായിരിക്കും. മമതാ ബാനർജി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹീ ഈസ് ദ റിയൽ ഒപ്പോസിഷൻ ലീഡർ ഓഫ് ബംഗാൾ എന്നാണ്. ഒരു ഒപ്പോസിഷൻ ലീഡർ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് പെരുമാറിയത്. ഈ ട്വിറ്ററിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. അതൊക്കെ ഇവിടെ ഇന്ത്യയിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? എന്താ ബ്ലോക്ക് ചെയ്യാൻ കാരണം എന്നറിയാം? എല്ലാ ദിവസവും രാവിലെ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മമതാ ബാനർജീനെ ടാഗ് ചെയ്തിട്ട് എന്തെങ്കിലും പോസ്റ്റ് ഇടും. പൊളിറ്റിക്കൽ പോസ്റ്റാണ്, പൊളിറ്റിക്കൽ ഡിമാൻഡുകളോ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. എല്ലാ ദിവസവും ഇതാ പരിപാടി, മമതാ ബാനർജിയെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുക. സുവേന്ദു അധികാരി ചെയ്യേണ്ട പണിയാണ്. അതെ, സുവേന്ദു അധികാരി ചെയ്യേണ്ട പണിയാണ്. രാജ്ഭവനിൽ ഇദ്ദേഹം ചെയ്ത് അവസാനം ബ്ലോക്ക് ചെയ്തു. അങ്ങനെ പെരുമാറിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും രവിയുടെ കേസിൽ സുപ്രീം കോടതി എന്താ ചെയ്തത്? പിന്നെ ഈ ഗവർണറുടെ അമിതാധികാരത്തെ അത് വെട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഗവർണർക്ക് അങ്ങനെ അധികാരമില്ല. ഈ ഗവർണർ പോസ്റ്റ് തന്നെ വേണമെന്നുള്ള ചർച്ച ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ആ സുപ്രീം കോടതി വിധി എന്താ ശരിക്കും പറഞ്ഞാൽ? ഇവിടെയാണ് ആ പാരഡോക്സ് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇദ്ദേഹം ഉപരാഷ്ട്രപതി പറയുന്ന ധൻഗഡ് അദ്ദേഹം പറയുന്നത് എന്താണ്? സൂപ്പർ പാർലമെൻറ്റ് ചമയരുതെന്നാണല്ലോ. സുപ്രീം കോടതി സൂപ്പർ പാർലമെൻറ്റ് ചമയരുത്. ഇത് തന്നെയല്ലേ ഗവർണർ കേസിൽ സുപ്രീം കോടതി ചെയ്തത്? ഗവർണർ എന്ത് ചെയ്യരുത്? സൂപ്പർ അസംബ്ലി ചമയരുത് എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ സൂപ്പർ ലെജിസ്ലേച്ചർ ചമയരുത്. അതിൻ്റെ മെറിറ്റ് എന്താ? ആ കേസിൻ്റെ മെറിറ്റ് എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന നിയമനിർമ്മാണ സഭ അവർ പാസ്സാക്കുന്ന ഒരു നിയമം, ഒരു ബില്ല് അനന്തകാലം കക്ഷത്ത് വെച്ചുകൊണ്ടിരിക്കാൻ ആർക്ക് അധികാരമില്ല? ഗവർണർക്ക് അധികാരമില്ല. അതിനൊരു ടൈം ഫ്രെയിം വെക്കുകയാണ്. എങ്ങനെയാണ്? 3 മാസത്തിനുള്ളിൽ അത് അസെൻറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചയക്കണം. തിരിച്ചയച്ചിട്ട് അവരത് അതേ സാധനം റീപോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്താണ്? പിന്നെ റിവ്യൂവിന് ഒന്നിനും സ്കോപ്പില്ല. അത് ഒപ്പിടുക മാത്രമേ ഗവർണർക്ക് ഇതുള്ളൂ. ഇനി വേറെ മൂന്നാമതൊരു സാധ്യതയുള്ളത് രാഷ്ട്രപതിക്ക് അയക്കുക എന്നുള്ളതാണ്. പ്രസിഡൻഷ്യൽ അസെൻറ്റിന് അയക്കുക എന്നുള്ളതാണ്. പ്രസിഡൻഷ്യൽ അസെൻറ്റിന് അയച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് എന്ത് ചെയ്യണം? 3 മാസത്തിനുള്ളിൽ അതിൽ തീരുമാനം അങ്ങനെ അല്ലാതെ വെക്കുക എന്ന് വിചാരിക്കുക. ഒരു നിയമസഭ ഒരു ബില്ല് പാസ്സാക്കുന്നു, രാജ്ഭവനിൽ ഗവർണർക്ക് അയക്കുന്നു. ഗവർണർ അതിലൊരു തീരുമാനം എടുക്കുന്നില്ല, റിജക്റ്റ് ചെയ്യുന്നില്ല, പ്രസിഡന്റിന് വിടുന്നുമില്ല, ഒപ്പിടുന്നില്ല. മൂന്നെണ്ണാണല്ലോ ചെയ്യാൻ പറ്റുക. ഒന്നുമില്ല ഒപ്പിടുക, അസെൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, തിരിച്ചയക്കുക, അല്ലെങ്കിൽ മേലേക്ക് അയക്കുക, രാഷ്ട്രപതിക്ക് അയക്കുക. ഇത് 3 ചെയ്യാതെ പുള്ളി അവിടെ വെച്ചുകൊണ്ടിരിക്കുക. ഈ നിയമസഭ എന്തു ചെയ്യും? ഇവരെന്ത് ചെയ്യുമെന്നേ? ഇപ്പോൾ ഒരു നിയമം പാസ്സാക്കുന്നതിന് ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ഏതോ നിലക്ക് ബന്ധപ്പെട്ടൊരു വിഷയത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അത് നിയമസഭ ചർച്ച ചെയ്ത്, നിങ്ങൾക്ക് അതിനോട് യോജിപ്പോ എന്തോ ആകാം, നിയമസഭ ചർച്ച ചെയ്ത് അത് പാസ്സാക്കുന്നു. ഗവർണർക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇതെന്നുള്ള നിലക്ക്, പ്രൊസീഡിങ്സ് എന്നുള്ള നിലക്ക് ഗവർണർക്ക് അയക്കുന്നു. അദ്ദേഹം അതിൽ കമൻറ്റ് ചെയ്യുന്നില്ല, അത് മേലേക്ക് അയക്കുന്നില്ല, തിരിച്ചയക്കുന്നില്ല, ഒപ്പിടുന്നില്ല, ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. മാസങ്ങളോളാണ് വെച്ചുകൊണ്ടിരുന്നതേ. അതിനെതിരെയാണ് ഈ സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ പോകുന്നത്. അപ്പോൾ അതിലാണ് സുപ്രീം കോടതി വളരെ സുവ്യക്തമായിട്ടുള്ള ഒരു കലണ്ടറാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യണം, ഒപ്പിടണം, ഒന്നുകിൽ ഒപ്പിടണം, 3 മാസത്തിനുള്ളിൽ ഒപ്പിടണം, അല്ലെങ്കിൽ തിരിച്ചയക്കണം. തിരിച്ചയച്ചു കഴിഞ്ഞാൽ വീണ്ടും അവർ അതേ സ്ഥാനത്ത് നിന്നാൽ പിന്നെ അതിൽ റിവ്യൂവിന് ഓപ്ഷനില്ല, ഒപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉള്ളത് രാഷ്ട്രപതിക്ക് അയക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഈ തിരിച്ചയക്കുക അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അയക്കുക. രാഷ്ട്രപതിക്ക് അയച്ചാൽ രാഷ്ട്രപതി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി എന്താ ചെയ്തിരിക്കുന്നത്? എന്താണോ ഇതിന് ഇദ്ദേഹത്തിൻ്റെ പേര് മര്യാദ കിട്ടുന്നത്, ജഗ്ദീപ് ധൻഗഡ്. ഇദ്ദേഹം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. സൂപ്പർ പാർലമെൻറ്റ് ചമയുവാൻ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ അധികാരമില്ല എന്നുള്ളതാണല്ലോ സുപ്രീം കോടതി വിധി. അപ്പോൾ അതിനെ അദ്ദേഹം വേറെ നിലക്ക് സുപ്രീം കോടതി സൂപ്പർ പാർലമെൻറ്റ് ചമയുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നത് ഭയങ്കര വിചിത്രമായിട്ടുള്ള കാര്യമാണ്. സൂപ്പർ പാർലമെൻറ്റ് ചമയാൻ പാടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് സുപ്രീം കോടതി സൂപ്പർ പാർലമെൻറ്റ് ചമയുക അല്ല ചെയ്തിരിക്കുന്നത്, സൂപ്പർ പാർലമെൻറ്റ് ചമയാനുള്ള സാധ്യതകളെ അടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇതിലിങ്ങനെ പ്രകോപിതമായതിൻ്റെ കാരണം വ്യക്തിപരമായി മറ്റൊരു രവിയായി തമിഴ്നാട് ഗവർണർ പോലെ പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
ഈ സുപ്രീം കോടതിക്കെതിരായുള്ള ഇദ്ദേഹത്തിൻ്റെ വിമർശനം ഇത് ആദ്യത്തെ മനസ്സിലാക്കണം. ഇദ്ദേഹത്തിൻ്റെ ഇനോഗ്രൽ സ്പീച്ച് ഉണ്ടല്ലോ, രാജ്യസഭാ ഉപാധ്യക്ഷനായിട്ട് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഇനോഗ്രൽ സ്പീച്ചിൽ അദ്ദേഹം ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. സുപ്രീം കോടതി വലിയ അധികാരങ്ങൾ കൈയാളുന്നു എന്ന് പറഞ്ഞിട്ട് വിമർശനം വയ്ക്കുന്നു. ആ വിമർശനം ഈ കൊളീജിയവുമായി ബന്ധപ്പെട്ട് ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട് അതിൽ മെറിറ്റുള്ളൊരു കാര്യം കൂടിയാണ്. ഇപ്പോഴും ഈ ജഡ്ജസ് അപ്പോയിൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും ശരിയായതും ഏറ്റവും സുതാര്യവുമായ ഒരു പ്രോസസ്സിലേക്ക് നമ്മുടെ നാട് കടന്നിട്ടുണ്ടോ, രാജ്യം കടന്നിട്ടുണ്ടോ വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാം. അപ്പോൾ ഈ സുപ്രീം കോടതിക്കുള്ള ധൻഖഡിൻ്റെ വിമർശനങ്ങൾ ആദ്യത്തെയല്ല, നേരത്തെയും ധാരാളം വന്നിട്ടുള്ളതാണ്. ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം, നമ്മുടെ രാജ്യം എന്നല്ല, ഏത് മോഡേൺ റിപ്പബ്ലിക്കാണെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ആ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള യുണീക്കായിട്ടുള്ള സവിശേഷത എന്നുള്ളത് സെപ്പറേഷൻ ഓഫ് പവേഴ്സാണ്. അധികാരങ്ങളുടെ വിഭജനം എന്ന് പറഞ്ഞാൽ നമുക്ക് ലെജിസ്ലേച്ചറുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ഇതാണല്ലോ നമ്മൾ പറയുന്നത് പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇവ മൂന്നിനും അവയുടെ അധികാരങ്ങൾ നിർണിതമാണ്. ഒരാളും മറ്റൊരാളുടെ അധികാരങ്ങൾ കൈകടത്താൻ പാടില്ല. ഇതാണ് ഈ അടിസ്ഥാന തത്വം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിൽ ലെജിസ്ലേച്ചറിൻ്റെ അധികാരത്തിൽ കോടതികൾ കൈകടത്തുന്നുണ്ടെങ്കിൽ അതൊരു ജുഡീഷ്യൽ ഓവർ റീച്ച് തന്നെയാണ്. ജുഡീഷ്യൽ ഓവർ റീച്ച് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇന്ന് ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെ കൈകടത്തുന്നുണ്ടെങ്കിൽ ജുഡീഷ്യൽ ഓവർ റീച്ചാണ്. ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജുഡീഷ്യൽ ഓവർ റീച്ചിനെതിരായിട്ടുള്ള ഒരു ജാഗ്രത പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് നല്ല കാര്യം തന്നെയാണ്. ലെജിസ്ലേച്ചറിൻ്റെ ഓവർ റീച്ച് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെയും ജാഗ്രത ഉണ്ടാവേണ്ടതാണ്. എക്സിക്യൂട്ടീവിൻ്റെ ഓവർ റീച്ച് ഉണ്ടെങ്കിൽ അതിനെതിരെ ജാഗ്രത ഉണ്ടാണ്. ഇത് ഈ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന് പറയുന്നത് ശരിയാം വിധം ആ ഒരു സെപ്പറേഷൻ നടന്നേ പോകേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം ആ സ്പീച്ച് നടത്തുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഇൻറ്റേൺസിൻ്റെ പരിപാടി, രാജ്യസഭ ഇൻറ്റേൺസിൻ്റെ പരിപാടിയിലാണ്. അതിലാണ് എവിടെയാണ് നമ്മുടെ രാജ്യം പോകുന്നത്? ഈ ആർട്ടിക്കിൾ 142 ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ആർട്ടിക്കിൾ 142 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ആശയത്തെ മുൻനിർത്തി സുപ്രീം കോടതിക്ക് ഏത് വിഷയത്തിൽ ഇടപെടാനുള്ള ഇതാണ്. അപ്പോൾ അതിലാണ് നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ രാഷ്ട്രപതിക്ക് ഇവർ ടൈം ഫ്രെയിം വെച്ച് കൊടുത്തല്ലോ. രാഷ്ട്രപതിക്ക് ടൈം ഫ്രെയിം വെച്ച് കൊടുക്കുമോ? എവിടേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്? അപ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നൊരു ഛത്രാധിപതിയാണ് എന്നൊരു ധാരണയിലാണ് ആ ഒരു വികാരപ്രകടനം വരുന്നത്. നമ്മളതിൻ്റെ ഒരു ഡോക്ട്രിൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതി ഒരു ഛത്രാധിപതിയാണെന്ന് തോന്നിപ്പോകുന്നതാണ് നമ്മുടെ ഭരണഘടനാ വ്യവസ്ഥകൾ. പക്ഷേ അത് നേരത്തെ നിഷാദ് പറഞ്ഞതുപോലെ അതെല്ലാം സെറിമോണിയലാണ്. നമ്മുടെ രാഷ്ട്രപതി നോക്കൂ, ഇന്ത്യൻ സൈന്യത്തിൽ ഹൂ ഈസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്? ആരാണ് സുപ്രീം കമാൻഡർ? രാഷ്ട്രപതിയാണ് സുപ്രീം കമാൻഡർ. എന്ന് വെച്ചിട്ട് നാളെ ദ്രൗപദി മുർമു വാടാ നമുക്ക് പാകിസ്ഥാനും പോയി 2 ഇടിക്കാന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെയും കൂട്ടി അതിർത്തിയിലേക്ക് പോവില്ല. അവർ സുപ്രീം കമാൻഡറാണ് എന്നുള്ളതുകൊണ്ട് അവർ ഏതെങ്കിലും യുദ്ധം നയിക്കുന്നുണ്ടോ? ഏതെങ്കിലും യുദ്ധത്തിന് ഓർഡർ കൊടുക്കുന്നുണ്ടോ? ബാലാക്കോട്ടിൽ ഇടിക്കാം, ഇത് സുപ്രീം കമാൻഡറാണോ തീരുമാനിക്കുന്നത്? അതല്ലല്ലോ, നമ്മുടെ എക്സിക്യൂട്ടീവാണ് തീരുമാനിക്കുന്നത്. ഡിഫൻസ് മിനിസ്ട്രി, ക്യാബിനറ്റിൻ്റെ സെക്യൂരിറ്റി കൗൺസിലുണ്ട്, അവരൊക്കെ ചേർന്നെടുക്കുന്ന തീരുമാനമാണ്. പക്ഷേ സുപ്രീം കമാൻഡർ രാഷ്ട്രപതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് സുപ്രീം കോടതി വധശിക്ഷ വിധിച്ചു. അതിൽ അവസാനത്തെ മേഴ്സി പെറ്റീഷൻ ആരാ അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതിയുടെ വിധിക്കും മേലെയാണ് അവിടെ രാഷ്ട്രപതിക്ക് ഇതുള്ളത്. ചില കേസുകൾ പ്രസിഡൻഷ്യൽ റഫറൻസിന് വിടാറുണ്ട്. എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ തന്നെ വിധി പ്രസിഡൻഷ്യൽ റഫറൻസിലേക്ക് പോകുന്നുണ്ട്. പ്രസിഡൻസിന് അത്രയും ധൻഖഡ് പറഞ്ഞത് ശരി തന്നെയാണ്, പ്രസിഡൻസിന് അത്രയും വലിയൊരു പദവി തന്നെയാണുള്ളത്. പക്ഷെ അതേസമയം പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് നമ്മളൊരു ജനാധിപത്യ പ്രക്രിയക്ക് വിഘാതം നിൽക്കുന്ന, അതിന് തടസ്സം നിൽക്കുന്ന ഒരു ഓഫീസായി മാറുമ്പോൾ അതിൽ ആർട്ടിക്കിൾ 142 ഇൻവോക്ക് ചെയ്യാൻ സുപ്രീം കോടതിക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 142 വെച്ചിരിക്കുന്നത്. കാരണം കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ളതാണ് ആർട്ടിക്കിൾ 142ൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. തമിഴ്നാട് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത നിയമസഭ അവരൊരു ബില്ല് പാസ്സാക്കുന്നു. അത് രാഷ്ട്രപതി ഓഫീസിൽ എവിടെയോ കിടക്കുക, അവിടുത്തെ മേശ വലിപ്പിൽ ചുമ്മാ കിടക്കുക, അത് ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് വരുമ്പോൾ അതെന്താണ്? അത് പാർലമെൻറ്റ് ജനങ്ങളുടെ ഇച്ഛയ്ക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമാണ്, ഓവർ റീച്ചാണ്. ആ ഓവർ റീച്ചിനെതിരെയാണ് 142 ഇൻവോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 142 എന്നുള്ളത് ഒരു ആണവ മിസൈലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ആണവ മിസൈലാണെന്നാണ് പറയുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ
നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനെ കുറിച്ച് അങ്ങേയറ്റം മോശമായിട്ടുള്ളൊരു പദപ്രയോഗം ഉപയോഗിക്കുക, ഒരു പദപ്രയോഗം നടത്തുകയാണ് ചെയ്തത്. അത് അദ്ദേഹം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്താൻ പറ്റുമോ? നോക്കൂ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ തീരുമാനത്തെക്കുറിച്ചോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെക്കുറിച്ചോ അങ്ങനത്തെ ഒന്നുമല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ആർട്ടിക്കിൾ 142 ഒരു ന്യൂക്ലിയർ വെപ്പനായിട്ട് നിൽക്കുകയാണ്. അത് ഒരാൾക്കൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിൽ ഉന്നയിക്കാം. ഉപരാഷ്ട്രപതിയുടെ ഓഫീസിലിരിക്കുന്ന ഒരാൾ അങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇതിപ്പോൾ ഇദ്ദേഹം ജനതാദളിൽ പ്രവർത്തിച്ച് കോൺഗ്രസ്സിൽ പ്രവർത്തിച്ച് BJPയിലെത്തിയ ഒരു പൊളിറ്റീഷ്യനാണ്. അതും കൂടെ മനസ്സിലായി. ഇദ്ദേഹം ഉപരാഷ്ട്രപതിയാണ്, രാജ്യസഭയുടെ അധ്യക്ഷനാണ്. ഇദ്ദേഹത്തിനെതിരെ നോൺ കോൺഫിഡൻസ് മോഷൻ പോയിട്ട് നമ്മുടെ പാർലമെൻറ്റ് ചരിത്രത്തിൽ അപൂർവമായൊരു സംഗതിയാണ് കേട്ടോ അത്. രാജ്യസഭാ അധ്യക്ഷനെതിരെ നോൺ കോൺഫിഡൻസ് മോഷൻ പോകുക എന്ന് പറയുന്നത്. അപ്പോൾ ആ നോൺ കോൺഫിഡൻസ് മോഷൻ പോയപ്പോൾ BJP അതിനോട് പ്രതികരിച്ചെന്ന് അറിയാം. അദ്ദേഹം കർഷക പുത്രനായതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ കലി എന്നാണ്. ഇദ്ദേഹം ഇരുന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസുകളിൽ ഒന്നിലും ഇന്ന് ഇദ്ദേഹം പറഞ്ഞ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ച്, അതിൽ പാലിക്കേണ്ട അതിർവരമ്പുകൾ ഒരിക്കലും പാലിച്ചിട്ടില്ലാത്തൊരു മനുഷ്യനാണ് ഇയാൾ. അതുകൊണ്ട് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഉപരാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനെതിരെ ഇത്രയും മോശമായ, അല്ലെങ്കിൽ മോശമെന്ന് പറഞ്ഞാൽ ഡെറഗോട്ടറി എന്ന അർത്ഥത്തില്ല, ഇത്രയും അപകടകരമായ ഒരു പദാവലി ഉപയോഗിച്ച് അതിനെ വിമർശിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ റൂൾ ഓഫ് ലോയുടെ അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്നതാണത്. അത് നല്ല കാര്യമാണോ എന്ന് ആലോചിക്കേണ്ടത് BJPയുടെയും RSSൻ്റെയും ഉത്തരവാദപ്പെട്ട ആളുകൾ ആണത് ആലോചിക്കേണ്ടതെന്നാണ് ഞാൻ പറയാം.